അപ്പോൾ നമ്മൾ അവർക്ക് ഒരു ഓവർലോഡ് കൊടുക്കുകയാണ് മാനസികമായിട്ട്. ഓക്കെ, നല്ല കാര്യമല്ലേ? നമുക്ക് വണ്ടി കിട്ടുമ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും മികച്ചതായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമസ്കാരം, ഞാനിപ്പോഴേ എം ജിയുടെ ഷോറൂമിലാണ്. എം ജിയുടെ ഷോറൂം എന്ന് പറയുമ്പോൾ എം ജി ഗ്ലോസ്റ്റർ അല്ലെങ്കിൽ എം ജി ഹെക്ടർ എടുക്കാനായിട്ട് നമ്മളിവിടെ മുന്നേ വന്നിട്ടുണ്ട്, വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് വന്നേക്കുന്നത് വേറൊരു കാര്യത്തിലാണ്. അതായത് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കുറേ പേര് പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, എം ജി ഹെക്ടർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ശരി എന്നാൽ അതൊരു നല്ല കാര്യമാണെന്ന് തോന്നിയപ്പോൾ ഈ ഒരു വണ്ടി വെച്ചിട്ട് ആ ഒരു വീഡിയോ ചെയ്യാം. അതായത് നിങ്ങളൊക്കെ കേട്ട് കാണും ലെമൺ എന്നൊരു പദം. ലെമൺ എന്ന് പറയുമ്പോൾ ചില വണ്ടികൾ ചില ആളുകൾ മേടിച്ച് കഴിയുമ്പോൾ ആ വണ്ടിക്ക് ഒരുപാട് മാനുഫാക്ചറിങ് ഇഷ്യൂസും അല്ലെങ്കിൽ എന്താ പറയുക കുറേ അധികം പ്രശ്നങ്ങൾ കാണാറുണ്ട്. അങ്ങനെ വണ്ടി മാറ്റേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും PDI നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഒഴിവാക്കാന്നുള്ളതല്ല. PDI എന്ന് പറയുമ്പോൾ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു ചടങ്ങ് തന്നെ എല്ലാ ഷോറൂമുകളിലും ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ ഡീലേഴ്സും ചെയ്യും. പക്ഷേ നമ്മൾ നമ്മുടെ വണ്ടി രജിസ്ട്രേഷന് പോകുന്നതിന് മുന്നേ ഫ്ലഷ് ആയിട്ടൊന്ന് കാണുക എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പോയിൻ്റാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നതെന്നും ഞാൻ എന്തൊക്കെയാണ് നോക്കാറുള്ളതെന്നും നിങ്ങളോട് പറയാൻ വിചാരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടി കാണാൻ പോകണം, പുതിയ വണ്ടി, പുത്തൻ വണ്ടിയാണ്, അത് രജിസ്ട്രേഷന് പോകില്ല, അത് രജിസ്ട്രേഷൻ പോയിട്ടില്ല, രജിസ്ട്രേഷന് പോകുന്നതിൻ്റെ മുന്നേ ഒന്ന് കാണാൻ വിചാരിക്കുകയാണ്. എന്നാലും നമുക്ക് പോയി കാണാം. ഇനി ഒരു കാര്യത്തിൻ്റെ കൂടെ ആഡ് ചെയ്യണത്, ഇപ്പോൾ നിങ്ങൾക്ക് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷനെ കുറിച്ചും വണ്ടി വാങ്ങാൻ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ചെക്ക് ലിസ്റ്റ് തന്നെ ടീം BHP ഉള്ള വലിയ സൈറ്റുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊന്നും ഫോളോ ചെയ്തിട്ടുള്ള കാര്യമല്ല പറഞ്ഞു വായിച്ചിട്ട് കാണിച്ചു തരാനുള്ളതല്ല. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു വണ്ടി വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വണ്ടി രജിസ്ട്രേഷൻ വാങ്ങുന്നതിന് മുന്നേ എന്തൊക്കെയാണ് നോക്കാൻ ശ്രദ്ധിക്കാറുള്ളതെന്നൊക്കെ നോക്കാമെന്ന് വിചാരിക്കുകയാണ്. സ്വാഗതം. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടി എന്ന് പറയുമ്പോൾ MG ഹെക്ടറിൻ്റെ ടോപ്പ് മോഡൽ പെട്രോൾ CVT. ഇപ്പോൾ ഓട്ടോമാറ്റിക്കുകളുടെ കാലമാണല്ലോ. അപ്പോൾ മെയിനായിട്ടേ ഇപ്പോൾ ഞാൻ ഈ ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നോക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ആസ്പെയർ മേടിച്ചപ്പോൾ അത് ലോഡ് ചെയ്ത് ഇറക്കുന്ന സമയത്ത് ഒരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. സ്ക്രാച്ച് അല്ല, ഒരു ഡെൻറ്റ്. അതിപ്പോഴും എൻ്റെ വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഒന്ന് നോക്കുന്നതല്ലാണ് രജിസ്ട്രേഷൻ മുമ്പ്. രജിസ്ട്രേഷൻ പോയി കഴിഞ്ഞാൽ, അതായത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി നമ്മുടെ ആയി. പിന്നെ അതിനകത്ത് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുന്നേ ഒന്ന് നോക്കുന്നതല്ലേ. അപ്പോൾ ഈ ബ്ലാക്ക് കളർ എന്തായാലും നമുക്ക് സെറാമിക് ചെയ്യേണ്ടതുണ്ട്. കാരണം കാണാൻ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ബ്ലാക്ക്. സെറാമിക് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒരു തിളക്കം കിടക്കില്ലോ. ഇത് പുതിയ ഹെക്ടറാണ്, പുതിയ ഫേസ് ലിഫ്റ്റാണ്. ഇതിൻ്റെ ഷൈൻ എന്ന് പറഞ്ഞ മോഡലോട് വന്നിട്ട് കുറച്ചും കൂടി ഒരു എന്താ പറയുക, കുറച്ചും കൂടി ഒരു വില കുറച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുമ്പോൾ ഇൻറ്റീരിയറൊക്കെ വേറൊരു കളറാണ്. അപ്പോൾ അത് മൂടിയിട്ടൊക്കെയാണ്, കാണാൻ പറ്റില്ല. എന്നാലും ബാക്കിൽ നോട്ടെ, ഈ കളറാണല്ലേ. ഇതിൻ്റെ ഫ്ലോർ ഫ്ലാറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല യാത്ര ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ബാക്ക് സീറ്റാണ്. ചുറ്റി നടന്ന് നോക്കുക എന്ന് തന്നെയാണ് ആദ്യ പടി. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ആരെയും ബ്ലെയിം ചെയ്യാനോ കുറ്റം പറയാനൊന്നുമല്ല. അതായത് ലോഡ് ഇറക്കുന്ന ഒരാളായിരിക്കും, അവിടുന്ന് വണ്ടി ഓടിച്ചു കൊണ്ടുവരുന്ന വേറൊരാളായിരിക്കും. ഇപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ നോക്കുന്ന പോലെ മറ്റൊരാൾ നോക്കുമെന്ന് പറയാനാവില്ല. അങ്ങനെ ഒരു വിശ്വാസം വണ്ടി സ്നേഹിക്കുന്ന ആർക്കും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പലരും എൻ്റെ വണ്ടി എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള കുറച്ച് പേർക്ക് മാത്രമേ ഞാൻ ഓടിക്കാൻ കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അതിൻ്റെ കാര്യം ഇതാണ്. അപ്പോൾ ചുറ്റി നടന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും പെയിൻ്റെ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഒരു ഡെൻറ്റോ സ്ക്രാച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ണുപെട്ട് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷന് മുന്നേ അത് ശരിയാക്കി തരാനോ അല്ലെങ്കിൽ വണ്ടി തന്നെ മാറ്റി ചോദിക്കാനുള്ള ഒരു സാവകാശം കിട്ടുമെന്നുള്ളതാണ്. അകത്താണെങ്കിൽ അകത്തെ ആ ഒരു ലെതർ അല്ലെങ്കിൽ ആ ഒരു ഫാബ്രിക്കിനൊക്കെ ലൈറ്റ് കളറാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെളിയുണ്ടോ, കൂടുതൽ ചെളിയായിട്ടുണ്ടോ. അപ്പോൾ ചെറിയ ചെളികളൊക്കെ തന്നെ ആദ്യ ഭാഷയിൽ കണ്ടാൽ തുടച്ച് നമുക്ക് തരും. എന്നാലും കൂടുതൽ ചെളിയുണ്ടോ, എവിടെയെങ്കിലും സോയിലായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിവൈസുകളും അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ എല്ലാ മെനുവും വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മുടെ സന്തോഷത്തിനായിട്ട് നോക്കാം. അതായത് ഇതൊക്കെ തന്നെ നമുക്ക് വണ്ടി തരുന്നതിൻ്റെ മുന്നേ നല്ല ഷോറൂമുകളിൽ, അതായത് നല്ല സർവീസ് സെൻ്ററുകളൊക്കെ അവർ PDI ചെയ്ത് തരാം. ഇത് നല്ല എന്ന് ഊന്നി പറയാനുള്ള കാര്യം, ഇപ്പോൾ പല സർവീസ് സെൻ്ററുകളും നമ്മൾ വണ്ടി എടുക്കുമ്പോൾ അല്ലെങ്കിൽ സെയിൽസ് ഔട്ട്ലെറ്റിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നിങ്ങൾ കേട്ട് വേണം വൈപ്പർ ഫ്ലൂയിഡ് പോലും നിറയ്ക്കാതെ വണ്ടി ഡെലിവറി കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ ഒഴിവാക്കാനാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ട കാര്യം നമ്മൾ നമ്മുടെ എക്സിക്യൂട്ടീവിനോട് പറയുമ്പോൾ അവരതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എല്ലാ വണ്ടികളും ഒരുവിധം തന്നെ ലൈറ്റാണ്, കൂടുതൽ ഇൻറ്റീരിയർ കളറൊക്കെ ലൈറ്റ് കളറൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ചീത്തയാവാനുള്ള ചാൻസ് കൂടുതലല്ലേ. സൺറൂഫൊക്കെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് പനോരമിക് സൺറൂഫൊക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ അത് തുറന്ന് കാണുന്ന ഒരു സന്തോഷം. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഒരു പുതിയ വണ്ടി വാങ്ങാൻ പോകുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അതായത് പുതിയ വണ്ടി വാങ്ങാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പുതിയ വണ്ടി ബുക്ക് ചെയ്തിട്ട് അത് കാത്തിരുന്നിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ വണ്ടി എത്തിയെന്ന് അറിയുമ്പോൾ നമുക്ക് കിട്ടില്ലേ, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മളൊന്ന് ഓടിപ്പോയി വണ്ടി കാണുന്നു എന്ന നിലയ്ക്ക് കണ്ടാൽ മതി. കുറ്റം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ആരെയും ഒരു ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനോ കംപ്ലയിൻസിനോ വേണ്ടി ഒന്നുമല്ല. നമ്മൾ നമ്മുടെ വണ്ടി കണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിൽ നമുക്ക് രജിസ്ട്രേഷൻ വിടാമല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ മതി.
ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ ഒരു പവർ ടെയിൽ ഗേറ്റ് ആണ്. അതായത് പ്രസ് ചെയ്ത് അങ്ങ് തുറക്കും. അങ്ങനെ തുറന്നു കഴിയുമ്പോൾ ബൂട്ട് ഏരിയ കാണാം. അപ്പോൾ ആ ഒരു പാഴ്സൽ ഷെൽഫൊക്കെ മടക്കി വെച്ചതൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെ പുതുമയായിട്ട് കാണുമ്പോഴേ, അത് പുതിയ വണ്ടി കാണുമ്പോൾ ആ ഒരു ഫീല്, പിന്നെ വണ്ടിക്കകത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു മണം, അതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി വേണമെങ്കിലും ഒന്ന് കാണാമെന്നുള്ളതാണ്. എന്നാലും നമ്മൾ കണ്ട വണ്ടി രജിസ്ട്രേഷന് വിടുമ്പോൾ അത് ഒരു പരിധി വരെ ആ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനും ഒരു സന്തോഷമായ കാര്യമാണ്. അല്ലെങ്കിൽ എന്താ പറയുക, അവർക്കും പീസ് ഓഫ് മൈൻഡ് ആണെന്ന് തോന്നുന്നു. ടയറുകൾ നോക്കണം അല്ലെങ്കിൽ അലോയ് വീൽ നോക്കണം എന്ന് പറയാനുള്ള കാര്യം, പല ബാച്ചിലും വരുന്ന വണ്ടികൾക്ക് പല ടയറുകളാവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടയറായിട്ട് സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ഷോറൂമിൽ ചോദിച്ചാൽ ചിലപ്പോഴെങ്കിലും നമുക്ക് കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള ടയർ കിട്ടും. ഉദാഹരണത്തിന് MRF ടയറുകളാണെങ്കിൽ അത് വേണ്ട, അപ്പോളോ മതി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. അതായത് അതിനൊരു കണ്ടീഷൻ ഉള്ളത്, ആ ഒരു വണ്ടിക്ക് ഈ 2 സെറ്റുകളുടെ ടയർ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ്. പുറത്തുനിന്നൊരു ടയർ വെച്ച് തരാനുള്ള ഓപ്ഷനൊന്നും ഇല്ലെന്നാണ് എൻ്റെ അറിവ്. പവർ വിൻഡോകൾ നോക്കാം, വർക്ക് ചെയ്യുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ പുതിയ വണ്ടിയുടെ പവർ വിൻഡോ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം എന്നൊക്കെ പറയാം, സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് കിട്ടും. പിന്നെ ആ ഒരു ബട്ടണൊക്കെ ആദ്യമായിട്ട് തൊടുമ്പോഴൊരു ഫീലും, ഇതൊക്കെ ഷോറൂമിൽ നിന്ന് നമ്മൾ പുതിയ വണ്ടി കാണുമ്പോൾ മാത്രം കിട്ടുന്നൊരു കാര്യമാണ്. പിന്നീട് അങ്ങോട്ട് രജിസ്ട്രേഷന് പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള സമയത്തൊക്കെ ഈ വണ്ടി ഓടിക്കുന്നത് വേറെ ആളായിരിക്കും. അപ്പോൾ 1-2 പേര് ഓടിച്ച വണ്ടി നമ്മൾ ഓടിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കണമെന്ന് തന്നെ പറയാം. ഹെഡ് ലാമ്പുകളും അല്ലെങ്കിൽ ക്രോം ഇൻസേർട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുക എന്ന ഭാഷയേക്കാൾ ഉപരി ഒന്ന് കാണാമെന്നുള്ളതാണ്. ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യുന്ന ഹെഡ് ലാമ്പുകളുടെ ഒരു സ്വഭാവവും എല്ലാം നമുക്ക് അനുഭവിച്ചറിയാനൊക്കെ പറ്റും. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഓടിച്ചിട്ടായിരിക്കും മിക്കവാറും വണ്ടി ബുക്ക് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഓടിക്കുന്നത് ഒരു പരിധി വരെ ടോപ്പ് എൻഡ് മോഡലായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി താഴ്ന്ന ഒരു മോഡലാണ് വാങ്ങുന്നതെങ്കിൽ ആ വണ്ടി നേരിൽ കണ്ടാലേ അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കാൻ കൂടി ഈ ഒരു വിസിറ്റ് ഉപകരിക്കുന്നതാണ്. ഇതിൻ്റെ എഞ്ചിൻ ബേ കണ്ടില്ലേ, കുറച്ച് താഴെയായിട്ടാണ് MGയുടെ എഞ്ചിൻ ഇരിക്കുന്നത് കേട്ടോ. പവർ വിൻഡോയുടെ കാര്യം പിന്നിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. എല്ലാ വിൻഡോ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷം. സൺറൂഫ് തുറക്കുന്നത് അകത്തുനിന്ന് കണ്ടാൽ പോരാ, പുറത്തുനിന്ന് കാണണം എന്നുള്ള നിങ്ങൾ കണ്ടോട്ടെ കേട്ടോ. ആ സ്റ്റിയറിങ്ങിന് ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് തോന്നി. അതായത് നമ്മുടെ ഒരു സീറ്റിംഗ് പൊസിഷനെ മികച്ച സീറ്റിംഗ് പൊസിഷൻ കിട്ടും. കൂടാതെ ഫോൾഡ് ചെയ്യുന്ന മിററും കണ്ടില്ലേ. ടെക്നിക്കലി എല്ലാം ചെക്ക് ചെയ്ത് നോക്കി, എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം എന്നാ പറയാം. ഗിയർ ഷിഫ്റ്റർ, ആ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെ, അതായത് CVT ഗിയർ ഷിഫ്റ്റിൻ്റെ ആ ഒരു പൊസിഷനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ഈ ഒരു കാര്യത്തിൽ. കൂടാതെ ഈ വണ്ടിക്ക് ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്, അതായത് വായിക്കൊള്ളാത്ത ഫീച്ചേഴ്സുകളുണ്ട്. എല്ലാ ഫീച്ചേഴ്സും നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കണോ ഇങ്ങനെയൊക്കെ നോക്കണ്ടേ എന്നുള്ളതൊക്കെ കോൺട്രവേഴ്സ്ഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ഒന്നും വേണ്ട, വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യാൻ പറയാം. പക്ഷേ ഞാനൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്, എൻ്റെ വണ്ടി രജിസ്ട്രേഷന് മുന്നേ അവിടെ പോയിട്ട് അത് കാണുക എന്നുള്ളത് തന്നെയാണ്. അതാണ് നമ്മൾ ഈ വണ്ടി കണ്ടത്. എൻ്റെ വണ്ടിയല്ല, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ്. എന്നാൽ കൂടി ഒരു വണ്ടി എടുക്കുന്നതിന് മുന്നേ ആ വണ്ടി ഒന്ന് നടന്ന് കാണണം എന്നുള്ളത് ഒറ്റ വാക്യത്തിൽ കാര്യമായിട്ട് പറയാം. ഈ MGയുടെ ക്യാമറ സിസ്റ്റമൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. വയർലെസ് ചാർജിങ് വെച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി. ഇതൊക്കെ നമുക്ക് ഉറപ്പാണ് വർക്ക് ചെയ്യുമെന്നുള്ളത്. എന്നാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഒറ്റ വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയുടെ ഈച്ച് ആൻഡ് എവറി ഫംഗ്ഷൻ, എല്ലാ ഫംഗ്ഷനും നോക്കി എന്നുള്ളതാണ്, വർക്കിംഗ് ആണോ എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു സന്തോഷം, അതായത് എല്ലാം വർക്ക് ചെയ്യുന്നൊരു വണ്ടി കിട്ടി എന്നുള്ളത്. കൂടാതെ ഈ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ വണ്ടി തരുന്ന ആൾക്ക് ഇത്രയും നോക്കുന്ന ആളാണ്, അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഫീൽ കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവർക്ക് ഒരു ഓവർലോഡ് കൊടുക്കുകയാണ് മാനസികമായിട്ട്. ഓക്കെ, നല്ല കാര്യമല്ലേ. നമുക്ക് വണ്ടി കിട്ടുമ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും മികച്ചതായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ പണ്ടൊക്കെ നമ്മൾ വിൻ നമ്പർ ഡീകോഡ് ചെയ്യുന്ന പരിപാടി നടന്നു. ഇപ്പോൾ പക്ഷേ ആ പ്രളയം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആവശ്യമില്ല. വിന്ന് ഒക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് ഏത് മാസമാണ് ഉണ്ടാക്കിയതെന്നൊക്കെ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒറ്റയ്ക്കാണ് വണ്ടി നോക്കാൻ പോകുന്നതെങ്കിൽ ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ വണ്ടിയുടെ പല കാര്യങ്ങളും വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിലെ കുറവുകൾ നമ്മൾ കണ്ടെത്തുന്നതിനേക്കാൾ എത്രയോ മുന്നേ മറ്റുള്ളവർ കണ്ടെത്തും. അതുകൊണ്ട് തന്നെ കൂടെ ഒരാളുള്ളത് നല്ലതാണെന്നുള്ളതാണ് പറയാനുള്ളത്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് അനക്കി നോക്കുക എന്നുള്ളത്, ആദ്യമായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു എന്നുള്ളത് നമ്മുടെ മൈൻഡ് കിട്ടും. കൂടാതെ എല്ലാ ഫംഗ്ഷനും വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഹൈഡായി വെച്ചിട്ടുള്ള ബട്ടൺസ് കൂടി ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാം. MG ഹെക്ടറിൻ്റെ കാര്യത്തിൽ വെന്റിലേറ്റർ സീറ്റാണത്, അതിന് മുന്നിൽ USB ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈ വണ്ടിക്ക് ഡാഷ് ക്യാം വെക്കാനുള്ള USB ഇപ്പോൾ ഗ്ലാസിൻ്റെ മുകളിൽ, അതായത് IRVMൻ്റെ മുകളിൽ ഇല്ല എന്നുള്ളതാണ്. അതിനിടയ്ക്ക് പറയാതെ വയ്യ, ക്രോമിൻ്റെ അതിപ്രസരമുള്ളൊരു വണ്ടിയാണത്. എന്തായാലും ഈ വണ്ടി രജിസ്ട്രേഷന് പോകട്ടെ അല്ലേ. ശരിക്കും ഇതുകൊണ്ട് എന്താണ് ഗുണം എന്ന് തോന്നാം. അതായത് ഇപ്പോൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വരുന്ന വണ്ടികൾ നമുക്ക് ഈ ഒരു PDAയിൽ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. കാരണം അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്, നമുക്ക് വണ്ടി ഓടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ചില വണ്ടികൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കുറച്ച് ദിവസം ഓടിച്ച് കഴിഞ്ഞാൽ ഇഷ്യൂ വന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, അതൊന്നും പറ്റില്ല. പക്ഷേ വണ്ടി ലോഡ് ഇറക്കുമ്പോൾ വരുന്ന സ്ക്രാച്ച്, അത് രണ്ടാമത് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് അനുഭവത്തിന് പറയണം. അതായത് കുറച്ച് കിലോമീറ്റർ അധികം ഓടിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ ഒരു പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ്റെ കാര്യം. അപ്പോൾ ഡെലിവറി ചെയ്യുമ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് വണ്ടി നമുക്ക് കിട്ടുമെന്നുള്ളതാണ്, അത്രേ പറയുള്ളൂ. അപ്പോൾ എന്തായാലും വണ്ടി എടുക്കുന്നതിന് മുന്നേ പോയി കാണുക, പകൽ വെളിച്ചത്തിൽ പോയി കാണുക, ഒന്ന് ചുറ്റി നടന്ന് നോക്കുക, പെയിൻ്റൊക്കെ ഒന്ന് നോക്കുക, എല്ലാം വർക്ക് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ച് പീസ് ഓഫ് മൈൻഡ് കിട്ടും, ഒരുപാടൊന്നും ഇല്ലെങ്കിലും.
അപ്പോൾ അത്രേ ഉള്ളൂ. അതുപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്ന കരുതാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങൾ ലൈക്ക് ഷെയർ നമ്മൾ എന്തിനാണ് അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.